ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ മേഴത്തൂരാണ്. പാമ്പങ്കാവിൽ പാലംപൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് തന്നെ ആയിരുന്നു കേട്ടോ തൃത്താല ഫെസ്റ്റ് നടക്കുന്നത്. ഞങ്ങളുടെ അവിടെ നിന്ന് വയ്യപ്പങ്കാവിൻ്റെ അവിടെ നിന്നാൽ തന്നെ കാണാൻ പറ്റും. ആദ്യം ഞങ്ങൾ പോണില്ല എന്നാട്ടോ വിചാരിച്ചത്, കാരണം ആനകളൊക്കെ ഉള്ളതുകൊണ്ട് സേഫ് അല്ല എന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു എന്താ അപ്പോൾ വീട്ടിലിരിക്കുകയല്ലേ, എല്ലാവരും അടുത്തുനിന്ന് പോകുന്നുണ്ട്, പോവാമെന്ന് വിചാരിച്ചു. ഒരു പടി അകലെയായിരുന്നു കേട്ടോ ഞാൻ നിന്നായിരുന്നത്. കാരണം എനിക്ക് പേടിയായിരുന്നു, കാരണം ആന ഒന്ന് തിരിഞ്ഞാൽ പോയി. ഇപ്പം നിങ്ങൾ തന്നെ ശ്രദ്ധിച്ച് നോക്കൂ, ആ ബൈക്കിൽ നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, ആനയുടെ അടുത്ത് നിൽക്കുന്ന ആളുകൾ, വേണ്ട ആ ആന ഒന്ന് കണ്ടോ, ആ ആന ഒന്ന് തുമ്പിക്കൈ കൊണ്ടൊന്ന് തട്ടി അല്ലെങ്കിൽ കാലുകൊണ്ടൊന്ന് തട്ടി അവർക്ക് ഓടാൻ പറ്റുമോ? ഇല്ലല്ലോ. അതാ പറയുന്നത്, ആനയുടെ അടുത്ത് പോയി നിൽക്കുക, ഒരു പടി അകലം പാലിക്കുക, ഓടാനുള്ള സ്ഥലമെങ്കിൽ നമ്മൾ കണ്ടെത്തുക. ആന ഓടാൻ ഒന്ന് തിരിഞ്ഞാൽ നമ്മൾ പരിഭ്രാന്തരായിട്ട് എങ്ങോട്ടോ ഓടാൻ പോകുകയെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അവരൊക്കെ ആനയൊക്കെ പോയ ശേഷം ഞാൻ വേദുട്ടനെ ഇറക്കും കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് കളിക്കുക. ആന വന്നാൽ ഞങ്ങൾ ബാക്കിലേക്ക് പോകും, അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരൊക്കെ നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. ഡാൻസ് കളിക്കുക അങ്ങനെയൊക്കെ ആയിട്ട് അവർക്കൊരു രസമല്ല ഇതൊക്കെ കാണുമ്പോൾ. അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ച് കുറച്ച് നേരം എന്നിട്ട് പോകാമെന്ന്. പിന്നെ തിരിച്ചും അവരിങ്ങോട്ട് അവിടെ നിന്ന് എല്ലാ ആനകളും അങ്ങോട്ട് പോയിട്ട് പിന്നെ തിരിച്ച് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഇതിൻ്റെ കുറച്ച് ക്ലിപ്സ് ആഡ് ചെയ്യാം കേട്ടോ. ഞങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയൂ. അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. സാധാരണക്കാരൊരു യൂട്യൂബ് തുടങ്ങിക്കഴിഞ്ഞാൽ എത്രയായാലും നമുക്ക് വ്യൂസ് കുറവായിരിക്കും. ഏതൊരു സെലിബ്രേറ്റിംഗ് യൂട്യൂബ് തുടങ്ങിയാൽ പെട്ടെന്നായിരിക്കും വ്യൂസ് കയറുക. നമ്മളേനും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഗൈസ്, പിന്നെ കുറച്ച് നേർച്ചയുടെ ഭാഗങ്ങൾ ഞാൻ അതിൽ ആഡ് ചെയ്യേ. എന്നിട്ട് അഭിപ്രായം നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം കേട്ടോ ഗൈസ്. ഏത് കളിക്കുക വേണ്ട കളിക്കണോ? ചമക്കണ്ടാ പോസ് ചെയ്തിട്ട് കുഴപ്പമില്ല.
ഈ വീഡിയോ കണ്ടപ്പോഴാണ് ഓർമ്മ വന്നത് ഗൈസ്, എൻ്റെ കൂടെ പഠിച്ച ഒരു കുട്ടി ഇതിലുണ്ട്. അവൻ കറകപത്തൂര് നേർച്ചയ്ക്കും ഇതേ കോസ്റ്റ്യൂമായിരുന്നു കേട്ടോ. ഇതാ നിൽക്കുന്നു അവൻ ഷെഫീക്ക്. ഞാൻ ചോദിച്ചു നീ ഇവിടെ ഉണ്ടോ ചോദിച്ചു. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തത് സെയിം കോസ്റ്റ്യൂം തന്നെയാണ്. അവന് കറവത്തൂര് നേർച്ചയ്ക്കും ഞാനിതിൽ കണ്ടു, ഇതാ ഇതിൽ തൃത്താല നേർച്ചയ്ക്ക് അവരെ യാദൃശികമായി കണ്ടുപിട്ടി കേട്ടോ. അപ്പോൾ ഞാനല്ല വീഡിയോ എടുത്തത്. അപ്പോൾ പിന്നെ ഞാൻ അവനെ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് വർത്തമാനം പറയണേ ഇതിൽ ശ്രദ്ധിക്കില്ല കേട്ടോ. പെട്ടെന്ന് ഗൈസ് ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. ഗോപിക പോകുന്നില്ലേ? ആ അവിടെ എന്താ അവിടെ കാണാനല്ലേ? ആ എടുക്കണേ. പിന്നെ നേർച്ചകളുടെ ആനകളും എല്ലാം അങ്ങോട്ട് പോയ ശേഷം ഞങ്ങൾ പോകാൻ നിൽക്കുമ്പോഴാണ് തിരിച്ചിതാ ഇങ്ങനെ ഒന്ന് വരുന്നത് കണ്ടിട്ട് ഇങ്ങോട്ട് തന്നെ വരുന്നത്. തൃത്താല ഫെസ്റ്റ് തുടക്കം പിന്നെ അവിടെ നിന്നാണല്ലോ വരിക. അപ്പോൾ അതാ മേഴത്തൂർ വരെ പോയിട്ടാണ് തോന്നുന്നുണ്ട് ഇവർ തിരിച്ച് വരുന്നുണ്ട്. ഇങ്ങനെ എന്താ പറയുക, ദഫ് മുട്ട എന്താ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്നു. സെറ്റുകളൊക്കെ ഇങ്ങനെ വരുന്നു കണ്ടു, കുറച്ച് പേരൊക്കെ ഇങ്ങനെ പൂണ് കണ്ടു, ഇങ്ങനെ സെറ്റുകളായിട്ട്. അപ്പോൾ അത് കുറച്ച് നേരം നോക്കി നിന്നു ഞങ്ങൾ. ഇവർ കുറേ പ്രാക്ടീസൊക്കെ ചെയ്തിട്ടായിരിക്കുമല്ലോ കളിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ആനകളും ഓരോ വണ്ടികളും ഒക്കെ തിരിച്ചിട്ട് ഇങ്ങോട്ട് പോണതും കണ്ടു കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ അതാ ഒരു ടീം ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയ ആനയുണ്ട് ഗൈസ് അതിൽ. അതിപ്പോൾ എന്നെ വരുന്ന ലാസ്റ്റ് ആയപ്പോൾ ഞങ്ങൾ എന്താണ്ടായി അറിയോ, വീഡിയോ എടുക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ദൂരെയായിട്ടാണ് നിന്നത്. ഒരു ആന ഒരു പെശക്ക് തോന്നി ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങളവിടെ സേഫ് അല്ലാന്ന് ഞങ്ങൾക്ക് തോന്നി. അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ പോയി കേട്ടോ. ഇതാ കണ്ടോ ഓരോരുത്തർ ഇങ്ങനെ വരികയാണ്, തിരിച്ച് വരികയാണ്. എനിക്ക് നല്ല പേടിയായിരുന്നു അവിടെ നിൽക്കാണ്ടായിരുന്നത്. ഞാൻ ബാക്കിലാണ് നിന്നായിരുന്നത്. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്തറിയോ, എന്താ ഈ ആനയാണോ എനിക്ക് ഉറപ്പില്ല കേട്ടോ. ഈ ആനയാണോ എന്നൊരു സംശയം. ഇതല്ല, വേറൊരു ടീമിൽ വന്നാൽ മൂന്നാമത് നിൽക്കണ ഒരു ആന ഇത്തിരി കുറുമ്പുള്ളതോ തോന്നുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെന്താ ചെയ്തറിയോ, ഞാനും ഐശ്വര്യ പിന്നെ അതുപോലെ തന്നെ കുട്ടികളും എല്ലാവരും കൂടിയിട്ട് വേഗം വീട്ടിൽ പോയി. നമ്മുടെ തടി നോക്കണമല്ലോ ഗൈസ്. ആനേനെ നോക്കി നിന്ന് വെള്ളം ഇറക്കിയിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ ജീവിതം നമ്മൾ തന്നെ നോക്കണമല്ലോ, വേറെ ആരും നോക്കില്ലല്ലോ. ഞങ്ങൾ സേഫ് അല്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം വീട്ടിൽ പോയിട്ടോ. അധികം നേരം നിന്നില്ല. ആന ഓടിയാൽ നമുക്ക് എങ്ങോട്ട് ഓടണം എന്നുള്ളൊരു ബോധം പോലും ഉണ്ടാവില്ല.
അപ്പോൾ ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോയി. കാരണം പറയാൻ പറ്റില്ല എപ്പോഴാണ് എല്ലാ നേർച്ചയ്ക്കും പൂരത്തിനൊക്കെ ആനടഞ്ഞു എന്നുള്ള ന്യൂസാണ് കേൾക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സേഫ് അല്ലാന്ന് തോന്നി. എല്ലാ ആനകളും തിരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ തൃത്താലയ്ക്ക് പോകുമ്പോൾ ഒരാന ഉണ്ട് ഇങ്ങോട്ട് പോകുന്നു വീണ്ടും. അതെന്താണെന്നൊക്കെ മനസ്സിലായില്ലോ ഗൈസ്. തൃത്താല നേർച്ചയുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഗൈസ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഞങ്ങൾ അവിടെ പോയപ്പെടുത്ത ഫോട്ടോസാണ് ഗൈസ്. അപ്പോൾ ബൈ ഫ്രണ്ട്സ്. നല്ല നല്ല വീഡിയോസായിട്ട് ഇനി ഞങ്ങൾ വരുന്നതായിരിക്കും.